എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ പ്രൊജക്ടേഴ്സിൽ പല ബ്രാൻഡുണ്ട്, പല ടെക്നോളജീസും ഉണ്ട്. ബ്രാൻഡുകളിൽ ഏറ്റവും ഫേമസ് ആയ ബ്രാൻഡുകൾ എപ്സൺ, അതുപോലെ തന്നെ ബെൻക്യൂ, പിന്നെ ഒപ്റ്റോമ, സോണി, ഇവരൊക്കെയാണ് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊജക്ടേഴ്സ്. അതിൽ തന്നെ ടെക്നോളജികൾ പലതരത്തിലുണ്ട്. 3LCD ടെക്നോളജി ഉണ്ട്, അതിൽ ബേസിക്കലി എപ്സണും പാനസോണിക്കും വരുന്ന അതിലാണ്. അതുപോലെ തന്നെ DLP ടെക്നോളജി ഉണ്ട്, ബെൻക്യൂ, ഒപ്റ്റോമ, പിന്നെ ബാക്കിയുള്ള പ്രൊജക്ടേഴ്സൊക്കെ വരുന്നതാണ് DLP ടെക്നോളജി. മൂന്നാമത്തെ ടെക്നോളജിയാണ് ലേസർ ടെക്നോളജി. നാലാമത്തെ ടെക്നോളജിയാണ് LED ടെക്നോളജീസ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ പല വീഡിയോസ് മുമ്പ് ചെയ്തതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ബെൻക്യൂവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് മോഡലായ 5800 കുറിച്ചാണ്. 2018 ബെൻക്യൂ ഇറക്കിയ രണ്ട് മോഡലുകളായിരുന്നു 2700 അഥവാ 3550. അതും കൂടാതെ മറ്റൊരു മോഡൽ നമ്പർ ഇറക്കിയത് 5700 അഥവാ 5550 എന്ന് പറഞ്ഞ രണ്ട് മോഡൽ. ഈ രണ്ട് മോഡലും ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടേഴ്സ് ആയിരുന്നു. രണ്ടിനും ഉള്ള പ്രത്യേകത ഒന്ന്, പിന്നെ 2000 ലൂമൻസ് ആയ 3550 2000 ലൂമൻസിൻ്റെ പ്രൊജക്ടറായിരുന്നു. അതിൽ തന്നെ പിന്നെ എക്സ്റ്റൻഡഡ് കളർ പിന്നെ കവറേജ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഏവർക്കും അറിയാം, സാധാരണ ഒരു ഫുൾ HD ടിവിൻ്റെ കളർ സ്പേസ് അല്ലെങ്കിൽ ആ കളർ വേരിയേഷൻ കവർ ചെയ്യുന്നതിന് റെക് 709 എന്നാണ് പറയുന്നത്. ആ സ്പേസ് 100% കവർ ചെയ്യുന്ന ഒരു പ്രൊജക്ടർ ആയിരുന്നു ഈ 3550. അതുപോലെ തന്നെ DCPI 3 എന്ന് പറയുന്ന ഡിജിറ്റൽ സിനിമ പ്രോസസ്സിങ്ങിൻ്റെ DCPI സ്റ്റാൻഡേർഡ് പ്രകാരം അതിൻ്റെ ഒരു കളർ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 4K പ്രൊജക്ഷൻ അതല്ലെങ്കിൽ 4Kയുടെ പ്രത്യേകത ഓരോ കളറിൽ ഏകദേശം 54 മുതൽ 57 ഗ്രേഡ്സ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ പച്ചയാണെങ്കിൽ ആ പച്ചയുടെ 57 ഷെയ്ഡുകളുണ്ട്. അപ്പോൾ ഒരു ഷെയ്ഡിൽ നിന്ന് മറ്റേ ഷെയ്ഡിലേക്കുള്ള ട്രാൻസിഷൻ അത് എത്രയും കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനാണ്, അല്ലെങ്കിൽ എത്ര കറക്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനാണ് ഒരു അതിൻ്റെ 4Kയുടെ മാനദണ്ഡം. അപ്പോൾ ബെൻക്യൂ നമുക്ക് ഏവർക്കും അറിയാം, അവരിറക്കിയ എല്ലാ പ്രൊജക്ടേഴ്സും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ഇറക്കിയ പ്രൊജക്ടേഴ്സൊക്കെ കളർ ആക്യുറസി പക്കയാണ്. മീൻസ് ബാക്കിയുള്ള പ്രൊജക്ടേഴ്സ് മോശമാണെന്നല്ല പറഞ്ഞത്, ടെക്നോളജീൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 3LCD ടെക്നോളജി ഇപ്പം എപ്സൺ എടുക്കുകയാണെങ്കിൽ അവരുടെ ആ ടെക്നോളജി കുറച്ച് വ്യത്യാസമാണ്. അതായത് ലൈറ്റിനെ അവർ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 പ്രത്യേക പിന്നെ എന്താ പറയുക ലെൻസിലൂടെ, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ, പ്രൈമറി കളേഴ്സായ റെഡ്, ഗ്രീൻ, ബ്ലൂയിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് 3 ഡിഫറെൻറ്റ് രശ്മികളാക്കി ഒരു പ്രത്യേക പോയിന്റിൽ അത് 3 എണ്ണത്തിനെ എന്താ പറയുക സംയോജിപ്പിച്ചിട്ടാണ് അവരുടെ പ്രൊജക്ഷൻ രീതി. ആ 3LCD പ്രൊജക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കളർ ഫിൽറ്റേഴ്സ് ഇല്ല. DLP പ്രൊജക്ടേഴ്സിന് കളർ ഫിൽറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ കളർ ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രൈറ്റ്നെസ് കുറച്ച് അധികമായിരിക്കും പൊതുവെ 3LCD ടെക്നോളജീസ്. അതുപോലെ തന്നെ കളറും കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിരിക്കും. പണ്ട് 3LCD ടെക്നോളജി മുൻപിട്ട് നിൽക്കാനുള്ള കാരണവും ഇത് തന്നെയായിരുന്നു. പക്ഷേ ക്രമേണ എന്താ പറയുക സയൻസ് പുരോഗമിച്ചു. അതുപോലെ തന്നെ DLP ടെക്നോളജീസിലുണ്ടായ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ LCD ടെക്നോളജിയെക്കാട്ടും എത്രയോ മടങ്ങ് ബെറ്ററാണ് DLP ടെക്നോളജി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്നിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് DLP ടെക്നോളജി ഓവർ LCD ടെക്നോളജി? മീൻസ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, നമ്മുടെ വീട്ടിലുള്ള ഹോം തിയേറ്റർ ഒരു കമേഴ്ഷ്യൽ തിയേറ്ററിൻ്റെ ഒരു മിനി വേർഷനാണ്. എല്ലാ കമേഴ്ഷ്യൽ തിയേറ്റേഴ്സിലും അറ്റ്ലീസ്റ്റ് 95% ഉള്ള കമേഴ്ഷ്യൽ സിനിമാസിലും DLP പ്രൊജക്ഷൻ സിസ്റ്റം തന്നെ, ഡിജിറ്റൽ ലാമ്പ് പ്രൊജക്ഷൻ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ DLP ടെക്നോളജിയിലുള്ള വ്യത്യാസം, ഈ നേരത്തെ പറഞ്ഞ പോലെ DLP ടെക്നോളജീസ് DMD ചിപ്പാണുള്ളത്. ഓക്കെ, അതൊരു കുറേ മിറേഴ്സ്, ടൈനി മിറേഴ്സ് ഉള്ള ഒരു ചിപ്പാണ്. ഈ ചിപ്പിലൂടെ ലൈറ്റിനെ പാസ് ചെയ്തിട്ട് അതിനെ പിന്നെ ഈ കളർ വീൽ ത്രൂ പിന്നെ പാസ് ചെയ്തിട്ടാണ് പല കളേഴ്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും. അതുപോലെ തന്നെ ഈ കളർ വീലിൽ പല ടൈപ്പിലുണ്ട്. RGB ഉണ്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ ഉണ്ട്, RGB ഉണ്ട്, RGBW ഉണ്ട്. അതുപോലെ തന്നെ പല കളർ കോമ്പിനേഷൻസ് ഉള്ള കളർ വീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ രണ്ട് മോഡൽസ് 2018 ഇറക്കിയ 3550യും 5550യും വൻ ഹിറ്റായിരുന്നു. കുറേ അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ മോഡൽസ് ആയിരുന്നു. പിന്നെ രണ്ടും ലാമ്പ് ബേസ്ഡ് ആയിരുന്നു. 2024 മാർച്ച് ഏപ്രിൽ ആയതോടുകൂടി ബെൻക്യൂ അവരുടെ ഏറ്റവും പുതിയ പ്രൊജക്ടറായ W5800 ലോഞ്ച് ചെയ്തു. 5800വും 5700വും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 5700 നേരത്തെ പറഞ്ഞു ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറായിരുന്നു. നേരെ മറിച്ച് 5800ലേക്ക് വരികയാണെങ്കിൽ അത് ലേസർ ബേസ്ഡ് പ്രൊജക്ടറാണ്. ഓക്കെ, ഇതിൻ്റെ ലൂമൻസ് 2700 ലൂമൻസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. അതുമാത്രമല്ല DLP ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പിക്സൽ ഷിഫ്റ്റിങ്ങിലുള്ള ടെക്നോളജിയിൽ വ്യത്യാസം വന്നിരുന്നു. പിക്സൽ ഷിഫ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് DLP ടെക്നോളജീസിൽ 4K ഇമേജസ് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1080 പിക്സൽ ചിപ്സെറ്റാണ് അതിലുള്ളത്. ആ 1080 ചിപ്സെറ്റിൽ നിന്ന് വരുന്ന ഇമേജിനെ 4 പ്രാവശ്യം മേലെ താഴെ എടുത്ത് വലത്തുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടാണ് 4 മടങ്ങ് അതിൻ്റെ 1080 പിക്സൽസിൻ്റെ 4 മടങ്ങ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് 8 മില്യൺ പിക്സൽസിൻ്റെ എന്താ പറയുക ഇമേജ് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിനെ XPR ടെക്നോളജി എന്നും പറയാം. എക്സ്പെൻഡഡ് പിക്സൽ റെസൊല്യൂഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവരത് പ്രൊജക്ഷൻ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംശയമാണ് ഈ പിക്സൽ ഷിഫ്റ്റിംഗ് ടെക്നോളജിയും നേറ്റീവ് ആയിട്ടുള്ള 4K ടെക്നോളജിയും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. നേറ്റീവ് ആയിട്ടുള്ള 4K ടെക്നോളജി ഒന്നുമില്ല, പിക്സലിൻ്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് 4K കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1000 ആണ്. അപ്പോൾ 4K 4000 പിക്സൽസ്, 4000 ഇൻറ്റു 2000 എത്രയാണ് അതിൻ്റെ കണക്ക്. ഇതാണ് എൻ്റെ ശരിക്കുള്ള പിക്സൽസ്. പക്ഷേ ഈ പിക്സൽ ഷിഫ്റ്റിങ്ങിൽ 4000-ന് പകരം 3800, അതായത് 100 ചില്ലറ പിക്സൽസ് കുറയും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല ട്രൂ 4K അതല്ല ഈ നേറ്റീവ് 4K അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പറഞ്ഞ ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഓൺ സിലിക്കോൺ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ തന്നെ ഒരു രീതിയാണ്. മീൻസ് ലൈറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ്. അത് JVCക്കും അങ്ങനത്തെ പ്രൊജക്ടേഴ്സിനൊക്കെ ഉള്ളത്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് JVC വേറൊരു ലെവലിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള പ്രൊജക്ടേഴ്സൊക്കെ ഒരു റീസണബിൾ പ്രൈസാണ്. JVC കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്, കാരണം അവർ തരുന്ന ടെക്നോളജി അങ്ങനത്തെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ പക്കയായിട്ടുള്ള ബ്ലാക്ക് ലെവൽസ്. പിന്നെ പൊതുവേ ഉള്ള ഒരു പ്രശ്നം പ്രൊജക്ഷനിൽ കളേഴ്സൊക്കെ ഒരുവിധം ഒപ്പിക്കായിരിക്കും, പക്ഷെ ബ്ലാക്ക് ലെവൽസ്, അതായത് ഈ ഡാർക്ക് ആയിട്ടുള്ള സീൻ കറക്റ്റായിട്ട് ബ്ലാക്ക് ആയിരിക്കില്ല, കുറച്ച് ഗ്രേഷ് ടിൻറ്റോട് കൂടി ആയിരിക്കും അത് വരിക. അത് ഈ ഈ കളർ വീലിലുള്ള പ്രശ്നം കൊണ്ടൊക്കെയാണ്. പക്ഷേ ബെൻക്യൂ അതിനും ഒരു സംവിധാനം കണ്ടെടുത്തി. പിന്നെ അത് അധിക പ്രൊജക്ടേഴ്സും ഈ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നത് ഡൈനാമിക് ഐറിസ് എന്നൊരു സാധനം ഉപയോഗിച്ചിട്ടാണ്. അതായത് ലെൻസ് പെട്ടെന്ന് തുറക്കുകയും അടയ്ക്കുകയും ചെയ്തത് ബ്രൈറ്റ് ആയിട്ടുള്ള സീൻസ് വരുമ്പോൾ വല്ലാതെ ഓപ്പൺ ആവുകയും ഡാർക്ക് ആയിട്ട് സീൻസ് വരുമ്പം ആ ഐറിസ് അടയുകയും അതുകൊണ്ട് ലൈറ്റ് ഔട്ട്പുട്ടിനെ, അതായത് ബ്രൈറ്റ് സീൻസിൽ വളരെ ബ്രൈറ്റും ഡാർക്ക് സീൻസിൽ ലൈറ്റ് ഡാർക്ക് ആക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സ്യൂഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു പരിധി വരെ അത് വിജയിക്കുകയും ചെയ്തു. പക്ഷെ അതിന് അതിൻ്റെതായ ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് 5800 അവർ ഉപയോഗിക്കുന്നത് HDR Pro എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. ഇതിൽ അതുപോലെ തന്നെ HLG, പിന്നെ HDR10, HDR10+ സപ്പോർട്ടുണ്ട്. ഡോൾബി വിഷൻ ഈ പറഞ്ഞ മാതിരി ഒറ്റ പ്രൊജക്ടേഴ്സ്, ഏത് വലിയ കമ്പനിയുടെ പ്രൊജക്ടേഴ്സ് ആണെങ്കിൽ പോലും ഡോൾബി വിഷൻ ഒന്നുമില്ല. കാരണം സ്വാഭാവികമാണ്, ഡോൾബിക്ക് കുറച്ച് കടുംപിടുത്തം കൂടുതലാണ്. അവർക്ക് ഇന്നെന്ന കാര്യങ്ങൾ ഇന്നെന്ന രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിപ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സ്പീക്കർ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള റൂൾസാണ്. അത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡോൾബി വിഷനുള്ള പ്രൊജക്ടേഴ്സ് വളരെ വളരെ ചുരുക്കമാണ്. എനിക്ക് ഏറ്റവും അത്ഭുതമുള്ളത് ഈ എന്താ പറയുക, മെയിൻ സ്ട്രീമിലുള്ള ബ്രാൻഡ്സ് അല്ലാത്ത കുറേ ബ്രാൻഡ്സിൽ ഡോൾബി വിഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ XGMI, അതുപോലെ തന്നെ വേലറോൺ എന്ന് പറഞ്ഞൊരു പ്രൊജക്ടർ ഉണ്ട്. ഇതിലൊക്കെ ഡോൾബി വിഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിലുള്ള പ്രൊജക്ടേഴ്സ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ഇതിൽ
ഈ ഇത്രയും 3 ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏകദേശം വെയിറ്റ് ഒരു 12 കിലോളം വരുന്നുണ്ട്. 20 ഇഞ്ച് പിന്നെ നീളവും 15 ഇഞ്ച് ഡെപ്തും ഒരു 5 ഇഞ്ച് കാനും. അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു വലിയ പ്രൊജക്ടറാണ്, ഒരു ബീഫി പ്രൊജക്ടറാണ്. ബിൽഡ് ക്വാളിറ്റി അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. മുമ്പിൽ 2 എക്സോസ്റ്റ് ഫാനുണ്ട്, ഒരു ഭാഗത്ത് ഇൻടേക്കും മറ്റേ ഭാഗത്തും എക്സോസ്റ്റും. ഇതിൻ്റെ റിയർ പാനലിലേക്ക് വരികയാണെങ്കിൽ, ബാക്ക് ഭാഗം വരികയാണെങ്കിൽ 2 HDMI ഇന്നാണുള്ളത്. അത് രണ്ടും വന്നിട്ട് 2.0 അഥവാ 2.0 HDMI പോർട്സ് ആണ്. എന്തുകൊണ്ട് 2.1 കൊടുത്തിട്ടില്ല എന്നുള്ളത്, പക്ഷേ ലൈക്ക് ഫോർ എ സിനിമ മൂവി വ്യൂവർ 2.0 ധാരാളമാണ്. 2.1 പൊതുവെ ഗെയിമിങ്ങിനുള്ള കാര്യമാണ്. ലൈക്ക് ഞാൻ ഗെയിംസ് കളിക്കാറില്ല, അതുകൊണ്ട് ഐം ലീസ്റ്റ് ബോതർഡ് അബൌട്ട് ഇറ്റ്. അത് രണ്ടുണ്ട്. അതിലൊരെണ്ണം EARC എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ അഥവാ നിങ്ങളതിൽ ഇൻബിൽട്ട്, പക്ഷേ ഇതിൽ ഇൻബിൽട്ട് ആപ്സ് ഒന്നും ഇല്ല. ഓക്കെ, അതിന് പുറമെ ഒരു USB പോർട്ട് ഉണ്ട്. പിന്നെ ഒരു 3D എമിറ്റർ എന്ന് പറഞ്ഞ സാധനം പ്രൊവിഷൻ ഉണ്ട്. ഇത് 3D കേപ്പബിൾ ആണ് കേട്ടോ. പിന്നെ ബൾബ് ബേസ്ഡ് പ്രൊജക്ടേഴ്സിൽ ബെൻക്യൂടെ എല്ലാത്തിലും 3D സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ലേസർ പ്രൊജക്ടേഴ്സിൽ ഒന്നിലും 3D സപ്പോർട്ട് ഇല്ല, അൺലെസ് ആൻഡ് അൺടിൽ ഹയർ എൻഡ് പ്രൊജക്ടേഴ്സ് അല്ലാതെ. പക്ഷേ ഈ ഒരു മോഡൽ 5800 3D സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ പല ആസ്പെക്ട് റേഷ്യോസും സപ്പോർട്ട് ചെയ്യും. 4:3, 16:9, 2:3, 35:1, അങ്ങനെ പല ആസ്പെക്ട് റേഷ്യോസും ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിൽ ഉള്ളത് ലാമ്പിൻ്റെ അവേഴ്സ് പറയുന്നത് 20,000 അവേഴ്സാണ് ബ്രൈറ്റ് മോഡിൽ. ഇനി ഈക്കോ മോഡിൽ വെക്കുകയാണെങ്കിൽ 25,000 അവേഴ്സ് വരെ ഇതിൽ മീൻസ് അതിൻ്റെ ലാമ്പ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് അവർ പറയുന്നത് 100 മുതൽ 200 ആണോ 300 ആണോ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇത്രയും വലിയൊരു സ്ക്രീൻ സൈസ് ആണെങ്കിൽ പോലും അതിൽ യാതൊരുവിധ പിക്ചർ ക്വാളിറ്റിയിൽ ഡിറ്ററേഷൻ സംഭവിക്കുകയില്ല. കാരണം അത്രയും ടൈറ്റ്ലി പാക്ഡ് പിക്സൽസ് ആണ്. 8 മില്യൺ പിക്സൽസ് ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ പക്കയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെൻസ് എന്ന് പറയുന്നത് 16 ഗ്ലാസ് എറേ ആയിട്ടുള്ള ലെൻസ്, അത് വിത്ത് ഫോസ്ഫർ കോട്ടഡ്, അതായത് ലൈറ്റ് യാതൊരുവിധ രീതിയിലും കൺവേർജ് ചെയ്യാതെ പക്ക ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കളറിലുള്ള യാതൊരു ആബറേഷൻസും വരാതെ ശ്രദ്ധിക്കാനുള്ള രീതിയിലുള്ള ലെൻസ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു DSLR ക്യാമറ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ലെൻസിൻ്റെ ഇമ്പോർട്ടൻസ്, ലെൻസിനുള്ള പ്രത്യേകത. ആ ലെൻസിൻ്റെ പവർ കൂടുന്നതനുസരിച്ച് ഫോട്ടോയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ റേസർ ഷാർപ്പ് പിക്ചർ ക്ലാരിറ്റി ഈ ഒരു പ്രൊജക്ടറിന് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സിനിമ പ്രോസസ്സിംഗ് DCPI 3 എന്നുള്ളതിൻ്റെ 100% ആണ് കളർ സ്പേസ് കവറേജ്. അതുകൊണ്ട് കളറ് പക്കയായിരിക്കും. എത്ര വേരിയേഷൻസ്, സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടെങ്കിലും അത് 100% റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ടർ തന്നെയാണിത്. അപ്പോൾ എൻ്റെ കണ്ണിപ്പോൾ ഇതിൻ്റെ മേലെയാണ്. അപ്പോൾ ഇത് എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ എന്നെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഇത്രയുമാണ്, വേറൊന്നും ഞാൻ പറയാൻ വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത്രയാണ് പിന്നെ ബെൻക്യൂടെ ലേറ്റസ്റ്റ് പ്രൊജക്ടറായ 5800 കുറിച്ചുള്ള വീഡിയോ. ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.